നമസ്കാരം സുഹൃത്തുക്കളെ, സ്റ്റേറ്റ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ടാക്സി ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യങ്ങളാണ്. ഞാനൊരിക്കൽ പറഞ്ഞു നമ്മളുടെ വാഹനത്തിൽ ആവശ്യമായ ഇന്ധനം എപ്പോഴും സേവ് ചെയ്യണം എന്നുള്ളത് ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ശ്രദ്ധിച്ചാലും ചില സമയത്ത് നമുക്ക് അബദ്ധം കൊടുക്കും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. അപ്പോൾ ഒരിക്കൽ പോത്തുണ്ടിക്ക് കല്യാണം കൂടാൻ വേണ്ടി പോയതാണ്. ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് കല്യാണം. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു നമുക്ക് പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ പോയിട്ട് പോകാനുള്ള ഡീസലിൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ മടങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഡീസൽ അടിക്കാമെന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ ഇവിടെ നിന്ന് പോയി ഡീസൽ അടിച്ചു. ഹാഫ് ടാങ്ക് ഡീസലുണ്ട്. അങ്ങനെ കല്യാണം കൂടിക്കഴിഞ്ഞ് എല്ലാം സംസാരിച്ചപ്പോൾ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് നെല്ലിയമ്പതിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എത്ര കിലോമീറ്റർ ഉണ്ട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി വരാം ഒന്ന് കറങ്ങി വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ കുറച്ച് അപ്പോൾ പറഞ്ഞില്ലേ, കാരണം അത് ഡീസലില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ. പിന്നെ ഞാൻ പോയി ഡീസൽ അടിച്ച് വരണേ 10 കിലോമീറ്റർ അപ്പുറം പോകണം. നെന്മാറ പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും നഷ്ടം കുറയാം. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് പോയി വരല്ലേ വേണ്ടുള്ളൂ ചോദിച്ചു. ഓക്കെ പോയി വരാൻ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞു കസ്റ്റമർ. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് നേരെ ചുരം കയറി നെല്ലിയാമ്പതിയൊക്കെ ചുറ്റിക്കറങ്ങി. പക്ഷേ നമ്മൾ ചുറ്റിക്കറങ്ങി എൻ്റെ കാൽക്കുലേഷൻ തിരിച്ച് വന്ന് നെന്മാറയിൽ ഡീസൽ അടിക്കുക എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു. പക്ഷെ അതെല്ലാം തെറ്റി, കണക്കൂട്ടുകൾ മുഴുവൻ തെറ്റി. ഇവർ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ എൻ്റെ വയറിങ്ങനെ എന്താ പറയുക, തീ കത്തണ പോലെ തീ കത്തായിരുന്നു. കാരണം എപ്പോഴാണ് വണ്ടി നിൽക്കുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവരോട് പറയാൻ പറ്റും എൻ്റെ വണ്ടിയിൽ ഡീസൽ കുറവാന്നുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, അതൊരു പോരായ്മ പോലെ തോന്നും. എനിക്കങ്ങനെ തോന്നി. എന്തിലാവട്ടെ, അങ്ങനെ കറങ്ങി വന്ന് റിട്ടേൺ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഭഗവാനെ നിൽക്കരുതേ എന്നുള്ളത് പ്രാർത്ഥനയായിരുന്നു. വണ്ടി നിൽക്കരുതേ എന്നുള്ളത്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിനും അവരുടെ കഷ്ടകാലത്തിനും എന്ന് പറയാം, വണ്ടി പകുതിക്ക് വെച്ച് വണ്ടി നിന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ കുട്ടാ വണ്ടി സ്റ്റോപ്പ് ചോദിച്ചു. ഒന്നുമില്ല ഏട്ടാ, ഇങ്ങനെയാണ് കേസ്, നിങ്ങൾ പറഞ്ഞത് പോത്തുണ്ടി വരെയായിരുന്നു. ഞാൻ മടങ്ങുന്ന സമയത്ത് നമുക്ക് നെന്മാറിൽ വെച്ച് ഡീസൽ അടിക്കാൻ മതി എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. ഞാൻ നിങ്ങളുടെ പ്ലാൻ ഇങ്ങോട്ട് മുകളിലേക്ക്, അതായത് നെല്ലിയാമ്പതിക്കുള്ള പ്ലാൻ വന്നപ്പോൾ ഞാൻ പിന്നെ നിങ്ങളെ നിരസിപ്പിച്ചില്ല. കാരണം നമുക്കത് ആവശ്യം കഴിഞ്ഞിട്ട് വരാമെന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ ആവശ്യത്തിൽ ഡീസലില്ലാത്ത കാരണം കൊണ്ടാണ് വണ്ടി നിന്നെന്ന് പറഞ്ഞത്. അയ്യോ എന്നാൽ കൂട്ടം അങ്ങനെ പറയണ്ടേ, നമുക്കവിടെ നിന്ന് ഡീസൽ അടിച്ച് വരാമായിരുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാവാം, ആർക്കും ഉണ്ടാവാം. അങ്ങനെ പിന്നെ അവിടെ യുക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. കാരണം ചുരത്തിൻ്റെ ഫോറസ്റ്റാണ്, ആളുകൾ ഉണ്ടാവില്ല, ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവില്ല. ഏകദേശം ഒരു വൈകുന്നേരം 5:30 കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ ഈ നെല്ലിയാമ്പതിക്ക് ടൂറിസ്റ്റുകളെ വിടില്ല. അപ്പോൾ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നമ്മൾ എൻ്റെ വണ്ടിയും താഴോട്ട് ഇറക്കണം, പോത്തുണ്ടിയിലേക്ക് താഴോട്ട് ഇറക്കണം, ഇവരെയും സേഫ് ആക്കണം. ഒന്നും ഞാൻ നോക്കിയില്ല. ഡോർ തുറന്ന് അടുത്ത എൻ്റെ പുറകിലുള്ള വരുന്ന ഒരു കാറിന് ഞാൻ കൈ കാട്ടി നിർത്തിയപ്പോൾ ഒരു കപ്പിൾസായിരുന്നു. ഒരു നല്ലൊരു അന്ന് അതൊക്കെ നല്ലൊരു എന്താ പറയുക, അവരോട് ബഹുമാനവും സന്തോഷമൊക്കെ തോന്നി. കൈ അടിച്ചപ്പോൾ അപ്പം നിർത്തി. അപ്പോൾ ഞാൻ ആവശ്യം പറഞ്ഞു, കാര്യങ്ങൾ എങ്ങനെയാണ്, എൻ്റെ വണ്ടിയിൽ ഡീസൽ തരുന്നു, എൻ്റെ കസ്റ്റമർ ഒന്ന് താഴത്തേക്ക് ഒന്ന് ഇറക്കണം. കാരണം താഴത്ത് പോത്തുണ്ടിയിലെ ഒരു ക്ഷേത്രത്തിലാണ് കല്യാണം ഉണ്ടായിരുന്നത്. അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ ഡീസൽ മേടിച്ച് നെന്മാറയിൽ നിന്ന് ഡീസൽ മേടിച്ച് വന്നിട്ട് ഇത് ഡീസൽ ഒഴിച്ചതിന് ശേഷം പമ്പ് ചെയ്ത് ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ താഴത്തേക്ക് ഇറങ്ങുന്നു പറഞ്ഞു. എൻ്റെ കസ്റ്റമർ ഓക്കെ. ഇവരെ അത് പറഞ്ഞപ്പോൾ ആ വണ്ടിക്കാരെ എൻ്റെ കസ്റ്റമറിനെ മറ്റേ വണ്ടിയിൽ കയറ്റിയിട്ട് അവർ താഴത്ത് കൊണ്ട് ഇറക്കി, അവർ സേഫായി. എന്നിട്ട് ഞാൻ മൊബൈലിൽ വിളിച്ചു. അപ്പോൾ അവരൊരു അരമണിക്കൂറാകുമ്പോഴേക്കും ആ പോത്തുണ്ടി ക്ഷേത്രത്തിൽ ഇരുന്നിട്ട് എന്നെ വിളിച്ചു, ഞങ്ങളിവിടെ എത്തിയോ. അപ്പോൾ എനിക്കൊരു സമാധാനമായി. എന്നിട്ട് എൻ്റെ കൂടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കറങ്ങി, ഇതിപ്പോൾ ആരെ വിളിക്കണം എന്നെ ഹെൽപ്പ് ചെയ്യണ്ടേ. അങ്ങനെ നിൽക്കുമ്പോൾ ഈ വണ്ടിയിൽ ഞാൻ കയറി വന്നു, താഴോട്ട് ഇറങ്ങി. എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ നമ്മളൊരു ബന്ധു, അദ്ദേഹം അപ്പു എന്നാണ് ആളുടെ പേര്, പോത്തുണ്ടിയിലാണ്. എൻ്റെ ഒരു റിലേഷൻഷിപ്പിന് ഇവിടെ ഒരു പെൺകുട്ടീനെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ പെൺകുട്ടീനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആവശ്യം പറഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് ഒരു വലിയൊരു ക്യാനൊക്കെ ആയിട്ട് വന്ന് നേരെ നെന്മാറയിൽ ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഡീസൽ മേടിച്ചു. നേരെ ചുരം കയറി, ഓട്ടോ എടുത്തിട്ട് നേരെ ചുരം കയറി. ആൾക്ക് അത്യാവശ്യം മെക്കാനിക്കായിരുന്നു ഈ അപ്പു എന്ന് പറഞ്ഞാൽ. ഡീസൽ ഒഴിച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടികളൊന്നും പെട്ടെന്ന് സ്റ്റാർട്ടാവില്ല. അവിടെ പമ്പ് ലോഡ് ചെയ്തിട്ട് കുറച്ച് ഡീസൽ എടുത്തു കഴിഞ്ഞാൽ എയർ കളഞ്ഞതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. 1 മണിക്കൂർ കൊണ്ട് എനിക്കത് കാര്യം സാധിച്ചു എന്നുള്ളതാണ്. ഈശ്വരാനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ആ കസ്റ്റമർക്ക് മുഷിപ്പിക്കാണ്ട് തന്നെ എനിക്കും എൻ്റെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും 1 മണിക്കൂർ കൊണ്ട് വണ്ടി ഞാൻ താഴത്തേക്ക് ഇറക്കി. എൻ്റെ വണ്ടിയിൽ കസ്റ്റമർ കയറിയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര ഷൊർണൂർക്ക് തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ ചോദിച്ചു എന്താ എത്ര പെട്ടെന്നൊക്കെ ശരിയാക്കി കൊണ്ടുവന്നല്ലോ കുട്ടാ, നിന്നെ സമ്മതിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു റിലേഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ എന്ന് പറഞ്ഞൊരു റിലേഷൻ ഉണ്ടായിരുന്നു. പുള്ളി വലിയൊരു മെക്കാനിക്കാണ്, വലിയ വാഹനങ്ങളുടെ മെക്കാനിക്കായിരുന്നു.
അപ്പോൾ ആളെ വിളിച്ചു, എൻ്റെ ബന്ധുവാണ്. അപ്പോൾ ആൾ ഓടി വന്നു. അപ്പോൾ അയാൾക്ക് വലിയൊരു താങ്ക്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എൻ്റെ കസ്റ്റമർ പോയിട്ട് നന്ദി പറഞ്ഞു വന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ചരിത്രമുണ്ട്. പിന്നെ അടുത്തൊരു സ്റ്റോറിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. താങ്ക് യു.